ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് ഡാറ്റ്സൻ്റെ ഗോയാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എ സി ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എ സി ഫിൽറ്ററിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അത് എങ്ങനെയാണ് അഴിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഡാറ്റ്സൻ്റെ ഗോയാണ്. എ സി ഫിൽറ്റർ അഴിക്കാനായിട്ട് നമ്മൾ ഫ്രണ്ട് പാസഞ്ചർ സൈഡിലോട്ട് വരിക. അതിൻ്റെ അകത്തായിട്ട്, അതായത് ഈ ഗ്ലോ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ആണ് എ സി ഫിൽറ്റർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ ബോക്സിൻ്റെ ലാസ്റ്റ് എൻഡിൽ ഈ പോർഷനാണ് എ സി ഫിൽറ്റർ ഇരിക്കുന്നത്. അപ്പോൾ എ സി ഫിൽറ്റർ അഴിച്ചെടുക്കാനായിട്ട് ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. മൊത്തം 4 സ്ക്രൂ വരുന്നുണ്ട്. ഈ 4 സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പുറകോട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും 4 സ്ക്രൂ അഴിച്ചെടുക്കാം. ഈ കാണുന്ന സ്ക്രൂ, ഈ 2 സ്ക്രൂ, ഈ സ്ക്രൂ നമുക്ക് അഴിച്ചെടുത്തിട്ട് ഇത് പുറകോട്ട് നീക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ സ്ക്രൂ അഴിച്ചെടുക്കാം. ഇതിൻ്റെ 4 സ്ക്രൂവും അഴിച്ചെടുത്തിട്ടുണ്ട്. ഒരേ നീളത്തിൽ വരുന്ന സ്ക്രൂ തന്നെയാണ്, സ്റ്റാറിൻ്റെ ഒരേ നീളത്തിലുള്ള സ്ക്രൂ തന്നെയാണ് എ സി ഫിൽറ്ററിൻ്റെ കപ്പിൽ വരുന്നത്. ഇനി നമുക്ക് ഈ കപ്പ് ഊരിയെടുക്കേണ്ടതായിരുന്നു. കപ്പ് ഊരിയെടുക്കാനായിട്ട് ജസ്റ്റ് ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ കപ്പ് ഇങ്ങനെ ഊരി വരും. ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ വരുന്നത്. ഫിൽറ്റർ നമ്മൾ ജസ്റ്റ് തള്ളിക്കഴിഞ്ഞാൽ ഫിൽറ്റർ നമ്മൾ ബാക്കിലോട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എ സി ഫിൽറ്റർ വരുന്നത്. ഇത് നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഫുള്ള് ഡസ്റ്റും കാര്യങ്ങളുമാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ എ സി ഫിൽറ്റർ എല്ലാ സർവീസിന് ചെല്ലുമ്പോഴും എ സി ഫിൽറ്റർ കറക്റ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ, കാരണം ഈ അഴുക്കായിരിക്കും നമ്മൾ എ സി ഇടുമ്പോൾ ശ്വസിച്ച് കയറ്റുന്നത്. എയർ വലിക്കുന്ന സമയത്ത് ഈ അഴുക്കിൽ കൂടെ ആയിരിക്കും നമ്മൾ ശ്വസിച്ച് കയറ്റുന്നത്. അപ്പോൾ എ സി ഫിൽറ്റർ കറക്റ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് ഓരോ സർവീസിനും ക്ലീൻ ചെയ്ത്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ എ സി ഫിൽറ്റർ ക്ലീൻ ചെയ്യാം. എ സി ഫിൽറ്റർ നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഡസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പൊസിഷൻ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ആരോ മാർക്ക് വരുന്നത്. ഇത് ഫ്രണ്ട് പോർഷനിലോട്ട് അങ്ങോട്ട് ആരോ കറക്റ്റാക്കി തന്നെ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുക. അപ്പോൾ എ സി ഫിൽറ്റർ കറക്റ്റ് സർവീസിൽ തന്നെ എ സി ഫിൽറ്റർ ക്ലീൻ ചെയ്തിടുക. നല്ല ഡേർട്ടി ആണെന്നുണ്ടെങ്കിൽ മാറിവിടുക. ഈ കേസിൽ മാറേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്താൽ മാത്രം മതി. ഇനി അത് കയറ്റി നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിലോട്ട് ആ ഹോളിൽ കറക്റ്റായിട്ട് തന്നെ കയറ്റിയിടുക. ഇത് ഉള്ളിലായിട്ട് കടത്തി വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കപ്പാണ് ഫിറ്റ് ചെയ്യേണ്ടത്. കപ്പ് കറക്റ്റായിട്ട് തന്നെ കയറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് സ്ക്രൂ ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കപ്പ് കയറ്റി വെച്ചിട്ട് സ്ക്രൂ ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ 4 സ്ക്രൂവും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്രൂ ഇവിടെ വരുന്നത്, ഈ 2 സ്ക്രൂ അതുപോലെ തന്നെ താഴെ വരുന്നത്. അപ്പോൾ ഫുള്ള് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കറക്റ്റ് സീറ്റിങ്ങിലാണോ ഇരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത് ഡാറ്റ്സൺ ഗോയുടെ എ സി ഫിൽറ്റർ നമുക്ക് എങ്ങനെ അഴിക്കാം, അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഓരോ സർവീസിലും കറക്റ്റായിട്ട് തന്നെ എ സി ഫിൽറ്റർ ക്ലീൻ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതായിരിക്കും നമ്മൾ എ സി ഇടുമ്പോൾ ശ്വസിച്ച് കയറ്റുന്നത്. അപ്പോൾ കറക്റ്റ് സർവീസിൽ തന്നെ എ സി ഫിൽറ്റർ കറക്റ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഡാറ്റ്സൺ ഗോയുടെ എ സി ഫിൽറ്ററിൻ്റെ ലൊക്കേഷനും അതെങ്ങനെയാണ് അഴിക്കുന്നതെന്നൊക്കെയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.